നമുക്ക് രവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രേവതിയും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് വർഷ വിളിക്കുകയാണ്. അപ്പം വർഷയും ശ്രുതിയും ചന്ദ്രമതിയൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയും കൂടെ വിളിച്ചു. അങ്ങനെ വർഷ ഒരുമിച്ച് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചെക്കനും കൂട്ടരും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ചെക്കനും കൂട്ടരും വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചെക്കനും കൂട്ടരും എല്ലാവരും കൂടെ സ്വീകരിച്ചിരുത്തുന്നൊക്കെയുണ്ട്. ആ സമയത്താണ് രവീന്ദ്രനൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ശ്രീകാന്തും രവീന്ദ്രനും സുധിയും കൂടെ വരുവാണ്. അപ്പോഴേക്കും സുധി പറഞ്ഞു, അതെ നല്ല ഫുഡായിരുന്നല്ലേ അച്ഛാ, ഇങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല അതിഗംഭീരമായിരിക്കും, സദ്യ ആയിരിക്കുമല്ലോ. അത് പിന്നെ പറയാനുണ്ടോടെ മോനെ? കുറെ കൂട്ട കറികളും പായസവും ഒക്കെ കാണുമല്ലേ? അതെന്താണോ ഉറപ്പായിട്ടും കാണുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് സച്ചി എന്ത് ചെയ്തു, അപ്പുറത്തേക്ക് പോയി നോക്കുവാണ്. നോക്കി കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി രേവതി അവരെല്ലാരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ആ കാഴ്ച കണ്ടു കഴിയുമ്പോഴത്തേനും സച്ചി ഒന്ന് നോക്കി. പിന്നീട് സച്ചി പോയി രവീന്ദ്രനെ ഒക്കെ വിളിച്ചോണ്ട് വരുവാണ്. അച്ഛ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ? ഒരു കാഴ്ച കാണിച്ചു തരാന്ന് പറഞ്ഞോണ്ട് അവരെ മൂന്നുപേരെയും വിളിച്ചോണ്ട് ആ കാഴ്ച കാണിച്ചു കൊടുക്കണം. തെങ്ങ് നോക്ക്. അവരിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധി പറഞ്ഞു, എടാ നീ ആദ്യമായിട്ടാണോ അവരിരുന്ന് ആഹാരം കഴിക്കുന്ന കാണുന്നേ? അതെ, ഇങ്ങനത്തെ ഉള്ള കാഴ്ചകൾ വല്ലപ്പോഴല്ല കാണാൻ പറ്റുള്ളൂ. എന്റെ ഭാര്യയെ പിന്നെ നിന്റെ ഭാര്യയെ അമ്മ എല്ലാരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് ചിരിച്ച് തമാശ പറഞ്ഞ് അങ്ങനെ ആ കാഴ്ച കാണുമ്പോ അതൊരു സന്തോഷമുള്ളൊരു കാഴ്ച തന്നെയായിട്ടാ എനിക്ക് തോന്നുന്നത്. നിനക്കങ്ങനെ തോന്നാത്ത അതിപ്പോ എന്റെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, കൊള്ളാലോ, എല്ലാരും കൂടെ എത്ര നല്ല സന്തോഷത്തോടെ ഒത്തിരിമയോടെ ഇരുന്ന് കഴിക്കണേന്ന് പറഞ്ഞു. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ചാണ് അവരിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അത് ശരിയാച്ചാ. അങ്ങനെ സച്ചിയും രവീന്ദ്രനും അവരെല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ നിങ്ങളെല്ലാരും കൂടെ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? അതെ, എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. പിന്നെ വേണോന്നോ? ഒരു കാര്യം ചെയ്യുക, ആ ചട്നിയും സാമ്പാറും ഇഡ്ഡലിയൊക്കെ എടുത്തോണ്ടോ ഞങ്ങൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ആ ശരി, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം, ഞങ്ങൾ വിളമ്പി തരാന്ന് പറഞ്ഞു. വിളമ്പകാരൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ ഇത് എടുത്തു തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധി പറഞ്ഞു, ഞാൻ വിളമ്പാൻ നിൽക്കത്തൊന്നുമില്ല, പിന്നെ ഞാൻ ഒന്നാന്തരം ഒരു ബിസിനസ്മാനാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എന്താ ബിസിനസ്മാന് വിളമ്പാൻ പറ്റില്ലേ? പിന്നെ സാമ്പാർ തൂട്ടിയും പിടിച്ചോണ്ട് വിളമ്പാനല്ലേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വാ കിച്ചണിൽ പോയത് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോ ശ്രുതി ഒന്ന് ഞെട്ടി. എന്റെ ഭഗവാനെ, പെട്ടല്ലോ. ബീരാനുള്ളത് അവിടെയാണ്, കിച്ചണിലാണ്. ഇനി പിടിക്കപ്പെടുവോ എന്നൊരു പേടി. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അയ്യോ സുധി വേണ്ട, ഞങ്ങൾക്ക് ഇതൊക്കെ മതി, ഇനിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, ഇവൾക്ക് വേണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വേണം, രവിയേട്ട പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുധിക്ക് ടെൻഷനായി. ഇപ്പൊ തന്നെ പിടിക്കപ്പെടും. വീരാനാട് ആ കിച്ചണിലുണ്ടെന്നൊരു ചിന്ത അത് വല്ലാതെ മനസ്സിനെ പിടിച്ചുലയ്ക്കുവാണ് ശ്രുതിയുടെ. പിടിക്കപ്പെട്ട താൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകേണ്ട വരും. തന്റെ ജീവിതം തീർന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി. അങ്ങനെ ഒടുവില് സച്ചി രവീന്ദ്രനും എല്ലാവരും കൂടെ നേരെ കിച്ചണിലേക്ക് ചെല്ലുവാണ്. കിച്ചണിൽ ബീരാൻ ഉണ്ടായിരുന്നു. ബീരാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് ബീരാൻ അവിടെ കിടന്നൊരു പത്രം എടുത്തു. പത്രം വായിക്കുന്ന പോലെ മുഖം പറിച്ചു പിടിച്ച് അങ്ങനെ അവിടെ ഇരിക്കുവാണ്. ദൈവമേ, എന്തോ ഇവർ ഇങ്ങോട്ടേക്ക് വന്നേ. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കലവറയിലുണ്ടായിരുന്നൊരു ചേട്ടൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കുറച്ച് സാമ്പാറും കാര്യങ്ങളൊക്കെ വേണം. സാമ്പാറോ? അത് വിളമ്പാൻ അവിടെ ആളുണ്ടല്ലോ. അതെ, ഞങ്ങളുടെ ഭാര്യമാർക്ക് വിളമ്പാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, എടുത്തരാന്ന് പറഞ്ഞു. അങ്ങനെ സാമ്പാറൊക്കെ എടുത്തു കൊടുക്കുക. ആ സമയത്താണ് സുധി ആ കാഴ്ച കാണുന്നേ, പത്രത്തിലെ വാർത്ത കാണുന്നേ. പെട്ടെന്ന് സുധി അങ്ങോട്ടേക്ക് വന്നു. ഇളയച്ചനും മരുമോളും കൂടെ ചേർന്നിട്ട് സ്വത്തുക്കൾ കൈയടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത. ഈ വാർത്ത ഇത് കഴിഞ്ഞ ആഴ്ച താൻ വായിച്ചതാണല്ലോ. എന്തൊക്കെ ഇവിടെയൊക്കെ നടക്കുന്നേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് ബീരാൻ ആകെപ്പാടെ ഞെട്ടിയിരിക്കുവാണ്. ദൈവമേ, ഈ പത്രം എങ്ങാനും ഇപ്പം അവൻ മാറ്റി നോക്കിയിട്ടുണ്ട് തന്റെ മുഖം കാണും, ആകെപ്പാടെ താൻ പെട്ടുപോകുമല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ബീരാന്റെ മനസ്സിൽ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എടാ നീ അവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? എടാ സച്ചി, നീ ഇത് കണ്ടോ? ഇളയച്ച സ്വത്ത് കൈക്കലാക്കുന്ന ഞാൻ ആ വാർത്ത വായിക്കുമായിരുന്നു. ശ്രീകാന്ത് പറഞ്ഞു, ഇത് നേരത്തെ വന്ന വാർത്തയല്ലേ? അത് ശരിയാണല്ലോ. എന്നിട്ട് ഇയാൾ എന്താ ഈ വാർത്ത ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്നത്? കുറെ നാൾ മുമ്പത്തെ പത്രം ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്നോ? അപ്പോഴേക്കും കലവറയിലുള്ളൊരു ചേട്ടൻ പറഞ്ഞു, അത് ചിലപ്പം വേറെ ആരെങ്കിലും വെറുതെ എടുത്ത് പത്രം വായിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. സുധി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ആരാന്ന് നോക്കണമല്ലോ എന്നോർത്ത് ആ പത്രം ഇങ്ങോട്ട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴത്തേനും
രവീന്ദ്രൻ വിളിച്ചു, എടാ സുധി, നീ അവിടെ എന്തെടുക്കുക, ഇങ്ങോട്ടേക്ക് വാ, ഈ സാമ്പാർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സാമ്പാറും എടുത്തുകൊണ്ട് സുധി അങ്ങോട്ട് പോയി. അപ്പോഴാണ് ബീരാന് ശ്വാസം നേരെ വീണ്. ഓ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനമായേനം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഓ, ഒരു നിമിഷം ആകെപ്പാടെ ബീരം ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാറൊക്കെ എടുത്തോണ്ട് അവരവരുടെ അടുത്തേക്ക് ചെന്നു. രേവതിക്കും ചന്ദ്രമതിക്കും എല്ലാം സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോഴാണ് സുധിക്ക് ശ്വാസം വീണേ. ഭാഗ്യത്തിന് ബീരാനെ കണ്ടില്ലാന്ന് തോന്നേ, കണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. രേവതി ഇഡ്ഡലിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സച്ചിക്കൊരു കുസൃതി തോന്നി. സച്ചി പെട്ടെന്ന് എന്ത് ചെയ്തു, കുറച്ച് ഇഡ്ഡലി എടുത്ത് രേവതിക്ക് വാരി കൊടുക്കുവാണ്. ആ സമയം സുധി ചോദിച്ചു, നീ എന്താടാ, അവൾക്ക് കൈയില്ലേ, അവള് തന്നെ എടുത്ത് കഴിക്കൂലേ, പിന്നെ നീ എന്തിനാ വാരി കൊടുക്കുന്നേ? എടാ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ വാരി കൊടുക്കും, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ കണ്ടാ മതി, നീ വേണം നിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്ക് എന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ, എങ്കിൽ ഞാനും വാരി കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് വാരി കൊടുത്തു. ഇതെല്ലാം ശ്രീകാന്ത് ഫോട്ടോ എടുക്കുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, നീ നിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നില്ലേ? ഓ, വേണമല്ലോ അല്ലേ. അങ്ങനെ ശ്രീകാന്ത് എന്ത് ചെയ്തു, വർഷയ്ക്കും വാരി കൊടുക്കുക. അപ്പോഴേക്കും അവിടെ ഒരു ഫോട്ടോഗ്രാഫർ നിൽപ്പുണ്ടായിരുന്നു. അയാളെ വിളിച്ചു, ചേട്ടാ ഇതൊന്നും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ മാത്രം വാരി കൊടുത്ത് ഫോട്ടോ എടുക്കണ്ട, എനിക്കും വാരി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഈ രവിയേട്ടൻ്റെ ഒരു കാര്യം, ഇത് ചന്ദ്രേ, ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും എപ്പോഴും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി രവീന്ദ്രൻ ചന്ദ്രമതിക്കും വാരി കൊടുക്കുക. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് കോൾ വിളിക്കാനുണ്ട്. അപ്പം ബീരാൻ ഇനി അടുക്കളയിലാണോ എവിടെയാന്ന് ഇങ്ങനെയൊന്നും അറിയത്തില്ല, കിച്ചണിലാണോന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, ആരെ വിളിക്കാനാ, മീരയെ വിളിക്കാനാണോ? അതേ, ഞാൻ ഒന്ന് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറിപ്പോയി. ബീരാനെ വിളിക്കുവാണ്. ഈ സമയത്ത് സച്ചി രവീന്ദ്രൻ്റെ അടുത്ത് ചെന്നു. രവീന്ദ്രനോട് ചോദിച്ചു, അച്ഛൻ ഗുളിക കഴിച്ചോ? ഗുളിക കഴിച്ചില്ല. ആ, കൊള്ളാം, നല്ലയാളാ. ഫുഡ് കഴിച്ച ഉടനെ ഗുളിക കഴിക്കണം എന്ന് അറിയത്തില്ലേ? ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട്, അതെന്റെ പോക്കറ്റിലുണ്ട്, എങ്കിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ കിച്ചണിലേക്ക് പോവാ. ഈ സമയത്താണ് ബീരാന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കി കഴിഞ്ഞപ്പോൾ ശ്രുതിയാണല്ലോ. അവൾ എന്തിനാ പോലും വിളിക്കണമെന്ന് ഓർത്ത് കോൾ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനുമാണ് സച്ചി കിച്ചണിലേക്ക് വരുന്നുണ്ട്. ബീരാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ബീരാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയൊരു അണ്ടാവ് അവിടെ ഇരിക്കുന്നുണ്ട്. ബീരാൻ പെട്ടെന്ന് അതിന്റെ അടിയിലേക്ക് കയറിയിരുന്നു. അണ്ടാവ് തലയിലേക്ക് കമിഴ്ത്തുവാണ്. സച്ചി വന്നിട്ട് കലവറയിലുള്ള ചേട്ടനോട് പറഞ്ഞു, കുറച്ച് വെള്ളം വേണം, അച്ഛന് ഗുളിക കഴിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് സച്ചി പോയി. പക്ഷെ ഈ സമയത്ത് ബീരാനിരുന്ന അണ്ടാവിന്റെ മുകളിലേക്ക് കലവറയിലൊരു ചേട്ടൻ വന്നെങ്കിരുന്നു. ഫോൺ ചെയ്യുവാണ്, മോളെ ഞാനിവിടെ കലവറയില, അത്യാവശ്യം തിരക്കായിരുന്നു, അതാ മോളുടെ കോൾ എടുക്കാത്തെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഫോൺ സംഭാഷണം. ബീരാനാണെങ്കിലോ അതിനകത്ത് പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് പോലും ബീരാൻ അറിയത്തുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി കുറച്ച് ആൾക്കാരൊക്കെ കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് ഇരുന്നു. അപ്പൊ ഓരോരുത്തരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് വർത്താനം പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് സച്ചിയെ ആ ഒരു കാഴ്ച കാണുന്നത്. രണ്ടുപേരും ഭയങ്കര സംസാരിക്കുന്നത് അശോകന്റെ മോളെ കുറിച്ചുള്ള കാര്യങ്ങളാ. എടാ, നിനക്കറിയാവോ, ഈ പറയുന്ന അശോകന്റെ മോളുണ്ടല്ലോ, അവള് പക്ക ഫ്രോഡാന്ന് പറഞ്ഞു. ഫ്രോഡോ? അതേന്നെ, കല്യാണത്തിന് മുമ്പ് ഒളിച്ചോടിയതാ. ഒളിച്ചോട്ട് അവിടുന്ന് വിളിച്ചോണ്ട് വന്ന പെണ്ണിനെ, എന്നിട്ടാണ് ഈ കല്യാണം നടത്തുന്നത്. അവള് ഗർഭിണിയും കൂടെയാ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു കൊച്ചിനെ വയറ്റിലിട്ടോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപവാദ കഥകൾ ഉണ്ടാക്കുവാണ്. ഇത് കേട്ടാ പിന്നെ സച്ചിക്ക് സഹിക്കാൻ പറ്റുമോ? സച്ചി അങ്ങോട്ട് ചെന്നിട്ട് അവന്റെ കർണം തീർത്തുന്ന ആളിനങ്ങോട്ട് പൊട്ടിക്കുവാണ്. എന്താടാ നീ എന്താ കാണിച്ചെന്ന് ചോദിച്ചു. എന്തിനാടാ എന്നെ തല്ലിയത്? എന്തിനാന്ന് മനസ്സിലായില്ലേ? എന്റെ പെങ്ങളെ കുറിച്ചാടാ നീ അപവാദം പറഞ്ഞെന്ന് പറഞ്ഞു. മേലാൽ ഇനി പറഞ്ഞാണ്ടല്ലോ, ഇപ്പൊ ഇത്രേ തരുന്നുള്ളൂ, കല്യാണ സ്ഥലം ആയതുകൊണ്ട് ബാക്കി നിനക്കിട്ട് പിന്നീട് തന്നോളാന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് കയറിപ്പോയി. പക്ഷെ അവനും വാശിയും വൈരാഗ്യമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സച്ചി രേവതിയും ചന്ദ്രമതി രവീന്ദ്രനും എല്ലാവരുമായിട്ട് ഇങ്ങനെ കുശലമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഓഡിറ്റോറിയത്തിന്റെ അവിടെ നിൽക്കുവാണ്. അപ്പോഴേക്കും അവന്മാർ രണ്ടുപേരും കൂടെ വന്നു. ദേ, അവനവിടെ നിൽക്കുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യാ, അവനെ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ, അവനോടുള്ള പ്രതികാരം തീർക്കണ്ടെന്ന് ചോദിച്ചു. ശരിയാ. അങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് ഒരുത്തം വന്നിട്ട് പറഞ്ഞു, നീ അങ്ങോട്ടേക്ക് വന്നേ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എന്തിനാ വിളിക്കണമെന്ന് മനസ്സിലായി, എന്താണല്ലോ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, മുമ്പേ തന്നതിന് ബാക്കി ഞാൻ തരാനായിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാടാ അമ്മരുവെന്ന് വിളിച്ചേ? നീ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അടിയോ വഴക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയോ? അത് കേട്ടപ്പോൾ ചന്ദ്രപതി പറഞ്ഞു, ഉണ്ടാക്കി കാണും, ഇവൻ എവിടെ ചെന്നാലും അടിയുണ്ടാക്കാനല്ലേ സമയമുള്ളൂ, ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അത് ശരിയാ, എടാ സച്ചി നിനക്ക് നാണം ഉണ്ടാടാന്നൊക്കെ ചോദിച്ച് സച്ചിയെ കളിയാക്കുവാണ്. അപ്പോഴേക്കും രേവതി ചോദിച്ചു, എന്താ സച്ചിയേട്ടാ, സച്ചിയുടെ വഴക്കുണ്ടാക്കാൻ പോയോന്ന് ചോദിച്ചു. രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ സച്ചി, എന്താ കാര്യം, എന്തിനാ അവന്മാരൻ നിന്നെ വിളിച്ചേ? സത്യം പറയടാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി കാര്യം പറയാനായിട്ട് തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്.
ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പോൾ ഒരു കല്യാണ വിശേഷം വെച്ച് അവരിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഒരേ കഥയില്ലാതെ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.